السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرًا ونذيرًا وداعيًا إلى الله بإذنه وسراجًا منيرًا. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تقولن لشيء إني فاعل ذلك غدا إلا أن يشاء الله. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ നിന്നുപോയ മുഴുവൻ പാപങ്ങളും പുറത്തു അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കിയുള്ള ജീവിതം അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും മരണപ്പെടുമ്പോൾ പരിശുദ്ധമായ കലിമ ചൊല്ലി മരണപ്പെടുവാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, ഒരു യഥാർത്ഥ മുഅ്മിനിന്റെ ജീവിതം, ഒരു യഥാർത്ഥ മുസ്ലിമിന്റെ ജീവിതം, അതിൽ ധാരാളം പ്രത്യേകതകളും വ്യത്യസ്തതയും കാണാൻ സാധിക്കും. മറ്റുള്ളവരെ പൊതുവായ ജീവിതത്തിൽ നിന്ന് ഒരു മുഅ്മിനിന്റെ മുസ്ലിമിന്റെ ജീവിതത്തിൽ ധാരാളം പ്രത്യേകതകളും വ്യത്യസ്തതയും കാണാൻ സാധിക്കും. ഒരു മുസ്ലിമിന്റെ സംസാരവും ഒരു സത്യനിഷേധിയുടെ സംസാരവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടായിരിക്കും. ഒരു മുസ്ലിമിന്റെ നോട്ടവും ഒരു സത്യനിഷേധിയുടെ നോട്ടവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടാകും. ഒരു മുസ്ലിമിന്റെ ചിന്തയും ഒരു സത്യനിഷേധിയുടെ ചിന്തയും തമ്മിൽ വലിയ വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും. മുഴുവൻ മേഖലയിലും ഒരു യഥാർത്ഥ മുസ്ലിം പൂർണ്ണമായി മറ്റുള്ളവരിൽ വ്യത്യസ്തനായി. കൂടുതൽ വിശുദ്ധ ഖുർആനിൽ കുഫ്രിനെ സംബന്ധിച്ചും ഈമാനെ സംബന്ധിച്ചെല്ലാം പറയുമ്പോൾ പരസ്പരം വൈരുദ്ധ്യമുള്ള രണ്ട് വസ്തുക്കളുമായിട്ട് ഉപമിക്കുന്നത് ഒരിക്കലും ഒരുപോലെയാവുകയില്ല. മുഅ്മിനിന്റെ ചിന്ത, മുഅ്മിനിന്റെ പ്രവൃത്തി, മുഅ്മിനിന്റെ സംസാരം, ഇത് മറ്റുള്ളവരിൽ നിന്നും ധാരാളം വ്യത്യാസങ്ങളും പ്രത്യേകതകളും കാണാൻ സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഒരു മുസ്ലിമിന്റെ സംസാരത്തിൽ അവന്റെ സംസാരം കേൾക്കുമ്പോൾ തന്നെ തിരിച്ചറിയാൻ സാധിക്കും, ഇതൊരു മുസ്ലിമാണ്, ഇതൊരു മുഅ്മിനാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മുസ്ലിം തൻ്റെ സംസാരങ്ങൾക്കിടയിൽ അവൻ്റെ എല്ലാ കാര്യങ്ങളും റബ്ബിലേക്ക് ചേർത്തുകൊണ്ടായിരിക്കും സംസാരിക്കുന്നത്. തൻ്റെ ഉടമസ്ഥനായ ഖാലിഖായ റാസിഖായ അള്ളാഹുവിലേക്ക് ചേർത്തുകൊണ്ടായിരിക്കും അവൻ മുഴുവൻ കാര്യങ്ങളും പറയുന്നത്. തൻ്റെ കഴിവിലേക്കോ തൻ്റെ ശക്തിയിലേക്കോ എന്തെങ്കിലും മഖ്ലൂക്കിലേക്കോ ചേർത്തുകൊണ്ട് മുഅ്മിൻ ഒരിക്കലും സംസാരിക്കുകയില്ല. തൻ്റെ മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് ചേർക്കും. എന്നാൽ ഒരു സത്യനിഷേധി അവൻ്റെ സംസാരങ്ങൾ തെളിഞ്ഞു കാണാൻ സാധിക്കും, അവൻ്റെ മുഴുവൻ കാര്യങ്ങളും സൃഷ്ടികളിലേക്ക് ചേർത്തുകൊണ്ടായിരിക്കും. നമ്മുടെ ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുസ്ലിമിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നപ്പോൾ, കാണിച്ചു തന്നപ്പോൾ, ഇത് പ്രത്യേകമായി മുസ്ലിമീങ്ങൾ ശീലിക്കേണ്ട സംസാരങ്ങളും മുസ്ലിമീങ്ങൾ തൻ്റെ സംസാരത്തിനിടയിൽ കൊണ്ടുവരേണ്ട ചില വചനങ്ങളും പ്രത്യേകമായി പഠിപ്പിച്ചു. ഒരു മുസ്ലിം തൻ്റെ സംസാരങ്ങൾക്കിടയിൽ അവൻ കൊണ്ടുവരേണ്ട, ശീലിക്കേണ്ട ചില വാചകങ്ങൾ, അത് പറയുന്നതിലൂടെ അവന് പ്രതിഫലം ലഭിക്കും, അവൻ്റെ ഹൃദയത്തിൽ ഈമാൻ ഉറയ്ക്കും, അവന് തൻ്റെ റബ്ബുമായുള്ള സ്നേഹമുണ്ടായിത്തീരും, അല്ലാഹ് എന്ന നാമം അവൻ്റെ ഹൃദയത്തിൽ ഉറയ്ക്കാൻ കാരണമായി.
അങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിൽ നാം ശീലിക്കേണ്ട ചില പ്രധാനപ്പെട്ട വചനങ്ങളുണ്ട്. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചില വാക്കുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്, ഒരു മുസ്ലിം നാളെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഭാവിയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഒരു മുസ്ലിം പറയുമ്പോൾ ആ വാക്കിൻ്റെ കൂട്ടത്തിൽ ഇൻഷാ അല്ലാഹ് എന്ന വചനം ചേർത്തുകൊണ്ട് മുസ്ലിം സംസാരിക്കുന്നു. മുസ്ലിമിൻ്റെ നാവിൽ നിന്ന് നാളുകളിൽ ചെയ്യാനുള്ള ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച്, അവൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ചെല്ലാം പറയുമ്പോൾ അവൻ അതിൽ ഇൻഷാ അല്ലാഹ് എന്ന പരിശുദ്ധ വചനം ചേർത്തുകൊണ്ടല്ലാതെ മുസ്ലിം പറയുകയില്ല. കാരണം ഇത് അമ്പിയാക്കളുടെ ഉയർന്ന ഗുണമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നബിമാർ പറഞ്ഞ വാക്കുകളുടെ കൂട്ടത്തിൽ ധാരാളമായി കാണാൻ സാധിക്കും. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. ഇസ്മായിൽ നബി അലൈഹിസ്സലാം പറഞ്ഞ വാക്കാണ്. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാലിഹീൻ. മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞ വാക്കാണ്. സതജിദുനി ഇൻഷാ അല്ലാഹു സാബിറ. മൂസ അലൈഹിസ്സലാം പറഞ്ഞ വാക്കാണ്. നബിമാരുടെ നാവിൽ നിത്യമായി ഉപയോഗിച്ച വാക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും നമുക്ക് ധാരാളം കാണാൻ സാധിക്കും. തങ്ങൾ ഖബറുകൾ സിയാറത്ത് ചെയ്യുമ്പോൾ പറയുമായിരുന്നു, അസ്സലാമു അലൈക്കും അഹ്ലദ് ദിയാർ മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ വഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ നസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയ. ഖബർസ്ഥാനിൽ പ്രവേശിച്ചാൽ തങ്ങൾ പറയുമായിരുന്നു, ഇൻഷാ അല്ലാഹ് ഞങ്ങളും നിങ്ങളിലേക്ക് വന്ന് ചേരാനുള്ളതാണ്. രോഗികളെ സന്ദർശിക്കുമ്പോൾ തങ്ങൾ പറയുമായിരുന്നു, ലാ ബഅസ തഹൂർ ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല ഉദ്ദേശിച്ചാൽ നിങ്ങളുടെ രോഗം ശമിക്കുന്നതാണ്, സുഖപ്പെടുന്നതാണ്. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും മുഴുവൻ നബിമാരുടെയും ശീലമായിരുന്നു മുന്നോട്ടുള്ളൊരു കാര്യത്തെക്കുറിച്ച്, ഭാവിയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം പറയുമ്പോൾ ഇത് അള്ളാഹുവിലേക്ക് ചേർത്തുകൊണ്ടേ പറയുക. തീർച്ചയാണ് അങ്ങനെ ഒരു മുഅ്മിൻ അള്ളാഹുവിലേക്ക് തൻ്റെ കാര്യങ്ങളെ ചേർത്ത് പറഞ്ഞാൽ അവൻ്റെ എല്ലാ കാര്യത്തിലും അള്ളാഹുവിൻ്റെ സഹായം കാണാൻ സാധിക്കും. ഹദീസിൻ്റെ കിതാബുകളിൽ കാണാം, ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ ഭൂമിയിലേക്ക് പുറപ്പെടുന്ന ഒരു സമൂഹമാണ് യഅജൂജ് എന്നത്. ഒരു സമൂഹമാണ്. ഹത്താ ഇദാ ഫുതിഹത് യഅജൂജ് വമഅജൂജ് വഹും മിൻ കുല്ലി ഹദബിൻ യൻസിലൂൻ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, അവരെ അല്ലാഹു തആല ഒരു മലകൾക്ക് കീഴിൽ മതിൽക്കെട്ടിനുള്ളിൽ അല്ലാഹു തആല അവരെ തളച്ചിട്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും അത് തുറന്ന് പുറത്തേക്ക് വരാൻ വേണ്ടി പരിശ്രമിക്കും. സൂര്യപ്രകാശം കണ്ടു തുടങ്ങുമ്പോൾ അവരുടെ നേതാവ് അവരോട് മടങ്ങാൻ പറയും. നാളെ ബാക്കി ജോലി ചെയ്യാമെന്ന് പറയും. അങ്ങനെ ഖിയാമത്ത് അടുക്കുമ്പോൾ, അല്ലാഹു തആല ഉദ്ദേശിക്കുന്ന സമയമാകുമ്പോൾ അവരുടെ നേതാവ് അവരോട് പറയുമ്പോൾ ആ ദിവസം പറയും, ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് ബാക്കി പൂർത്തിയാക്കാം. ആ ഒരു വാക്ക് അള്ളാഹുലേക്ക് ചേർത്തതിന്റെ പേരിൽ എല്ലാ ദിവസവും മടങ്ങി ജോലി എവിടെ വരെ എത്തി മടങ്ങിപ്പോയി തിരിച്ചു വരുന്നു, വീണ്ടും അല്ലാഹു തആല മതിലിനെ ശക്തിപ്പെടുത്താറുണ്ട്. എന്നാൽ ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ ഈ വാക്ക് ചേർത്തുകൊണ്ട് പറഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം വരുമ്പോൾ അവിടെ എവിടെയാണോ തുറന്നെത്തിച്ചത് അവിടെ നിന്ന് ബാക്കി തുറക്കാനും അവർക്ക് പുറത്തേക്ക് പുറപ്പെടാനും സാധിക്കും. അള്ളാഹുലേക്ക് ചേർത്തതിൻ്റെ പ്രയോജനമാണ്. ബനു ഇസ്രായേലിനെ പറ്റി അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയുമ്പോൾ, ബനു ഇസ്രായേൽ ഒരു മനുഷ്യനെ കൊല ചെയ്തു. ആരാണ് കൊലയാളിന്ന് തിരിച്ചറിയാതായപ്പോൾ അവർ മൂസ നബിയുടെ അടുക്കൽ വന്നു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു തആല വഹി അറിയിച്ചു, ഒരു പശുവിനെ അറുത്ത് അതിൻ്റെ എല്ലുകൊണ്ട് ആ മരിച്ചു കിടക്കുന്ന മനുഷ്യനെ അടിച്ചാൽ അല്ലാഹു തആലയുടെ ഖുദ്റത്ത് കൊണ്ട് ആ മനുഷ്യനെ സംസാരിപ്പിക്കും. ആ മനുഷ്യൻ തന്നെ പറയും, ആരാണ് എന്നെ കൊല ചെയ്തതെന്ന്. ബനു ഇസ്രായേൽ ആ പശുവിനെ കുറിച്ച് പല പ്രാവശ്യം ചോദിച്ചു. അതിൻ്റെ നിറം, അതിൻ്റെ രൂപം, അതിൻ്റെ വർണ്ണം. അവസാനം അവർക്കത് കിട്ടാത്ത അവസ്ഥയായി. അവസാനം അവർ പറഞ്ഞു, ഇന്നാ ഇൻഷാ അല്ലാഹു ലമുഹ്തദൂൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് അതിനെ കണ്ടെത്താൻ സാധിക്കും. അള്ളാഹുവിലേക്ക് ചേർത്തുകൊണ്ട് പറഞ്ഞു. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ ഇൻഷാ അല്ലാഹ് ചേർത്തില്ലായിരുന്നുവെങ്കിൽ അവർക്കൊരിക്കലും അവർ ഉദ്ദേശിച്ച അള്ളാഹു പറഞ്ഞ ആ പശുവിനെ കണ്ടെത്താൻ സാധിക്കുമായിരുന്നില്ല. അള്ളാഹുവിലേക്ക് ഒരു കാര്യം ചേർത്ത് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ സഹായം ഉണ്ടായി. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ യഹൂദികൾ വന്നു 3 കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടി. റൂഹിനെ കുറിച്ചും അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ചും ദുൽഖർനൈൻ രാജാവിനെ കുറിച്ചും. തങ്ങൾ അവരോട് പറഞ്ഞു, ഗദൻ ബിറുക്കും, ഞാൻ നിങ്ങൾക്ക് നാളെ അതിനെക്കുറിച്ച് പറഞ്ഞു തരാം. പക്ഷെ തങ്ങൾ അവിടെ ഇൻഷാ അല്ലാഹ് എന്ന് ചേർക്കാൻ തങ്ങൾ അവർ വിട്ടുപോവുകയുണ്ടായി. ഹദീസിൽ വരുന്നുണ്ട്, 15 ദിവസം തങ്ങൾക്ക് വഹി ഇറങ്ങിയില്ല. ഏകദേശം 15 ദിവസം തങ്ങൾക്ക് വഹി ഇറങ്ങാതെ
ജനങ്ങൾ കളിയാക്കാൻ തുടങ്ങി. അബൂലഹബിന്റെ ഭാര്യ ഉമ്മു ജമീലെല്ലാം നബി തങ്ങളെ പരസ്യമായി ആക്ഷേപിക്കാൻ തുടങ്ങി. മുഹമ്മദിന്റെ റബ്ബ് മുഹമ്മദിനെ വിട്ടുകളഞ്ഞു. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വിഷമമായി. ഏകദേശം 15 ദിവസം കഴിഞ്ഞപ്പോൾ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി നബിയോട് പറഞ്ഞു, വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദൻ ഇല്ലാ അൻ യശാ അല്ലാഹ്. നബി നാളെ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്ന ഒരു കാര്യവും ഇൻഷാ അല്ലാഹ് എന്ന് ചേർത്തുകൊണ്ടല്ലാതെ താങ്കൾ ഒരിക്കലും പറയരുത്. നബിയോടാണ് അല്ലാഹു തആല പറയുന്നത്. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല പറയുന്നത്, ഒരു കാര്യം നാളെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അതിനോട് ഇൻഷാ അല്ലാഹ് എന്ന് ചേർക്കാതെ, അല്ലാഹ് ഉദ്ദേശിച്ചാൽ എന്ന് ചേർക്കാതെ താങ്കൾ ഒരു കാര്യവും പറയരുതെന്ന് അല്ലാഹു തആല ആയത്തിറക്കി. നാം മുസ്ലിം ഉദ്ധരിക്കുന്ന റിവായത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് തഫ്സീർ ഉദ്ധരിക്കുന്നു, സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരിക്കൽ പറഞ്ഞു, ഞാൻ എൻ്റെ എല്ലാ ഇണകളുടെ അടുക്കൽ പോവുകയും അവരിലൂടെ എനിക്കുണ്ടാകുന്ന മുഴുവൻ സന്താനങ്ങളെയും അള്ളാഹുവിൻ്റെ വഴിയിൽ, ദീന്റെ വഴിയിൽ ജിഹാദിന് വേണ്ടി പറഞ്ഞേക്കുകയും ചെയ്യും. പക്ഷെ അവിടെയും സുലൈമാൻ നബി അലൈഹിസ്സലാം ഇൻഷാ അല്ലാഹ് എന്ന വാക്ക് ചേർക്കാൻ വിട്ടുപോയി. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുഴുവൻ ഭാര്യമാരുടെ അടുക്കൽ സുലൈമാൻ നബി പോയി. പക്ഷെ കുട്ടി ജനിച്ചില്ല, പ്രസവിച്ചില്ല, ആരും ജനിച്ചില്ല. ആ ഒരു കുട്ടി മാത്രം പ്രസവിച്ചു. അത് തന്നെ ബലഹീനമായ ന്യൂനതയുള്ള കുട്ടിയാണ് ജനിച്ചത്. നബി തങ്ങൾ പറഞ്ഞു, അഥവാ സുലൈമാൻ നബി ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ മുഴുവൻ ഭാര്യമാർ പ്രസവിക്കുകയും അവരെല്ലാം ദീന്റെ വഴി ജിഹാദിന് പുറപ്പെടുകയും ചെയ്യുമായിരുന്നു. നബിമാർ മഅസൂമികളാണ്, അവർ പാപികളല്ല, തെറ്റ് ചെയ്തവരല്ല. നമുക്ക് അവർക്ക് കൊടുത്ത പാഠമാണ്, അവരിലൂടെ നമുക്ക് പാഠങ്ങൾ നൽകുകയാണ്. ഒരു മുസ്ലിം അവന്റെ എല്ലാ കാര്യങ്ങളിലും ഭാവിയിൽ നാളെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഒരിക്കലും ഞാൻ ചെയ്യുമെന്നൊരിക്കലും മുസ്ലിം പറയില്ല. അവൻ എന്ത് പറഞ്ഞാലും ഇൻഷാ അല്ലാഹ്, അല്ലാഹ് ഉദ്ദേശിച്ചാൽ, കാരണം അവനറിയാം നാളെ എന്തും സംഭവിക്കാം. നാളെ എന്ത് സംഭവിക്കാം ആർക്കും അറിയില്ല, ജീവിച്ചിരിക്കുവാം എന്നതിന് ഉറപ്പില്ല. അതുകൊണ്ട് മുസ്ലിമിന്റെ നാവിൽ നമ്മൾ നിത്യമായി പല കാര്യങ്ങളും പറയുമ്പോൾ നിത്യമായി പറയുന്നവരാണ്. പല കാര്യങ്ങളും നാളെ ചെയ്യാം, നാളെ വരാം, നാളെ തന്നേക്കാം. മുസ്ലിം ഏത് കാര്യവും ഭാവിയെക്കുറിച്ച് അവൻ പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് ചേർത്തുകൊണ്ടേ പറയും. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മുസ്ലിമിന്റെ സംസാരങ്ങൾക്കിടയിൽ കൊണ്ടുവരാൻ പഠിപ്പിച്ചൊരു വാക്കാണ് ഇൻഷാ അല്ലാഹ്. മറ്റൊരു വാക്കാണ് മുസ്ലിം തന്റെ സംസാരങ്ങളിൽ കൊണ്ടുവരാൻ പഠിപ്പിച്ചത് മറ്റൊരു വാക്കാണ് മാഷാ അല്ലാഹ്. ഇതെപ്പോഴാണ് പറയുന്നത്? നിങ്ങൾ പറഞ്ഞു, എന്തെങ്കിലും ഒരു അത്ഭുതകരമായ, നിന്നെ ആശ്ചര്യപ്പെടുത്തുന്ന ഭംഗിയുള്ള ഒരു കാര്യം കണ്ടാൽ, അള്ളാഹുവിന്റെ അടിമക്ക് ധാരാളം നിഅമത്തുകൾ നൽകി, അവൻ ഇഷ്ടപ്പെടുന്ന സമ്പത്തോ സന്താനങ്ങളോ എന്തെങ്കിലും നിഅമത്തുകൾ നൽകി, അത് കണ്ട് അവൻ സന്തോഷിച്ചുകൊണ്ട് മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ, തങ്ങൾ പറഞ്ഞു അവന്റെ അനുഗ്രഹത്തിൽ, ആ നിഅമത്തിൽ ഒരിക്കലും മരണമല്ലാതെ ഒരു മുസീബത്തും ഉണ്ടാവുകയില്ല. അവന് അല്ലാഹു തആല സ്വന്തമായി സമ്പത്ത് നൽകി, അനുഗ്രഹങ്ങൾ നൽകി, വീട് നൽകി, സന്താനങ്ങൾ നൽകി. ഈ അനുഗ്രഹങ്ങളെ ഭംഗി കൊണ്ടുകൊണ്ട് അവൻ അള്ളാഹുവിനെ ഓർത്താൽ മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ, നബി തങ്ങൾ പറഞ്ഞു ആ അനുഗ്രഹങ്ങളിൽ നിന്നും മുസീബത്ത് ഉണ്ടാവുകയില്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല സൂറത്തുൽ കഹ്ഫിൽ 2 സ്നേഹിതന്മാരുടെ ചരിത്രം പറയുന്നു. അതിലൊരാൾക്ക് അല്ലാഹു സമ്പത്തും വലിയ തോട്ടങ്ങളുമെല്ലാം നൽകി. ആ സഹോദരൻ, ആ സ്നേഹിതൻ തന്റെ തോട്ടത്തിൽ അഹങ്കരിച്ചു. അല്ലാഹു തആല അഹങ്കാരം കാരണമായി ആ തോട്ടത്തെ നശിപ്പിച്ചു കളഞ്ഞു. പിറ്റേ ദിവസം തന്റെ സ്നേഹിതൻ കണ്ടപ്പോൾ പറഞ്ഞു, നീ ആ തോട്ടത്തിൽ പ്രവേശിച്ചപ്പോൾ മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ, നിന്റെ അനുഗ്രഹങ്ങൾ, ഈ നിഅമത്തുകൾ കണ്ടപ്പോൾ നീ മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ നിനക്ക് ഈ അനുഗ്രഹം നഷ്ടപ്പെടുമായിരുന്നില്ല. അപ്പോൾ ഒരു മുഅ്മിൻ അവൻ എന്തെങ്കിലും അനുഗ്രഹങ്ങൾ ലഭിച്ചാൽ ഉടനെ അല്ലാഹുവിനെ ഓർക്കണം. അതുപോലെ തന്നെ മറ്റാരിലും എന്തെങ്കിലും അനുഗ്രഹങ്ങൾ കണ്ടാൽ, മറ്റാരുടെയെങ്കിലും സൗന്ദര്യം, അവന്റെ സമ്പത്ത്, അനുഗ്രഹങ്ങൾ കണ്ടാൽ, മൻ റഅ ശൈഅൻ ഫഅജബഹു, നിങ്ങൾ പറഞ്ഞു ഒരു നിഅമത്ത് കണ്ടു, അത് അവനെ ആശ്ചര്യപ്പെടുത്തി, നല്ല ഭംഗിയുള്ള എന്തെങ്കിലും കണ്ടാൽ അവൻ ഉടൻ തന്നെ മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഇല്ലെങ്കിൽ അവന്റെ കണ്ണതിൽ ബാധിക്കുന്നതാണ്, കണ്ണേറ് ബാധിക്കുന്നതാണ്. ഹദീസിൽ വരുന്നുണ്ട്, സഹൽ എന്ന് പറയുന്ന ഒരു സഹാബി, സുന്ദരനായ സഹാബിയായിരുന്നു, നല്ല ഭംഗിയുള്ള സഹാബിയായിരുന്നു. അദ്ദേഹം ഒരിക്കൽ കുളിക്കാൻ നേരം തന്റെ സ്നേഹിതനെ മറപിടിക്കാൻ ഏൽപ്പിച്ചു. തന്റെ സ്നേഹിതനായ ഒരു സഹാബിയെ തന്നെ അദ്ദേഹം മറപിടിച്ചു. മറക്കിടയിൽ അദ്ദേഹം അറിയാതെ തന്റെ സ്നേഹിതന്റെ ശരീരത്തിലേക്ക് നോക്കി അദ്ദേഹത്തിന്റെ ഭംഗി കണ്ടു ചില വാക്കുകൾ പറഞ്ഞു. ഹദീസിൽ വരുന്നുണ്ട്, ആ സഹാബി അപ്പോൾ തന്നെ ബോധം കെട്ട് വീണു. ബാക്കിയുള്ള സഹാബാക്കൾ നബി തങ്ങളെ അറിയിച്ചു. തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിരുന്നോ? സഹാബാക്കൾ പറഞ്ഞു, ഇവൻ ഇങ്ങനെ പറഞ്ഞിരുന്നു. തങ്ങൾ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു. ഓ
ഒളിപ്പിച്ചു. ആ ഒതുവിന്റെ വെള്ളം അവന്റെ ശരീരത്തിൽ ഒഴിക്കാൻ പറഞ്ഞു. ബോധം കെട്ടി വീണ സഹാബി അദ്ദേഹം എണീക്കുകയും ചെയ്തു. തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ സഹോദരനിൽ എന്തെങ്കിലും ആശ്ചര്യപ്പെടുന്ന വസ്തുക്കൾ കണ്ടാൽ നിങ്ങൾ ഉടനെ മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞുകൊള്ളട്ടെ. കാരണം കണ്ണ് അത് ബാധിക്കുന്നതാണ്. ജാഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല മക്കളെ നബി തങ്ങളെ മുന്നിൽ കൊണ്ടുവന്നു. നബി തങ്ങളെ സഹോദരന്റെ മക്കളാണ്. നബി തങ്ങളെ ശരീരം പോലെ കാണാൻ ഭംഗിയുള്ള ഒരു ശരീരമായിരുന്നു ജാഫർ റളിയല്ലാഹു തആല ശരീരം. മക്കൾക്കും ആ സൗന്ദര്യം ഉണ്ടായിരുന്നു. രണ്ട് മക്കളെ കൊണ്ടുവന്നു. നബി തങ്ങൾ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, എന്തോ ബലഹീനതയും ഈ മക്കൾ എന്തോ ബലഹീനതയും കുറവുകളും കാണുന്നല്ലോ. പറഞ്ഞു, കണ്ണേറ് ബാധിച്ചതാ. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മന്ത്രിച്ചു. തങ്ങൾ പറഞ്ഞു, ലൗ കാന ഷൈഉൻ സബഖഹുൽ ഖദർ ലൗ കാന ഷൈഉൻ സബഖൽ ഖദർ സബഖതഹുൽ ഐൻ. ഖദറിനെ, അല്ലാഹുവിന്റെ ഖദറിനെ എന്തെങ്കിലും മുൻകടക്കുമായിരുന്നു എങ്കിൽ മനുഷ്യന്റെ കണ്ണേർ അതിനെ ബാധിക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ തീരുമാനത്തെ ഖദറിനൊരിക്കലും മാറ്റാൻ സാധിക്കില്ല. കണ്ണേർ എന്നുള്ളത് തീർച്ചയായും ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് മറ്റാരുടെ എങ്കിലും എന്തെങ്കിലും അനുഗ്രഹങ്ങൾ കണ്ട ഒരു മുസ്ലിം അതിനെ കാണുമ്പോൾ ഉടനെ മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഇല്ലെങ്കിൽ അവന്റെ കണ്ണതിനെ ബാധിക്കുകയും അതിൽ നഷ്ടം വരാൻ കാരണമായി തീരുകയും ചെയ്യും. അപ്പൊ ഒരു മുസ്ലിമിന്റെ നിത്യമായ സംസാരത്തിൽ ശീലിക്കേണ്ട മറ്റൊരു വാക്ക് മാഷാ എന്നുള്ളത്, മാഷാ അല്ലാഹ് എന്നുള്ളതാണ്. പിന്നെ ഞങ്ങൾ പഠിച്ചു, നിനക്ക് ആരെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്താൽ അതിന് പകരമായി ജസാക്കല്ലാഹ് എന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഈ വാക്കുകൾ ഒരു മുസ്ലിം നിത്യമായി ശീലിക്കേണ്ട വാക്കുകളാണ്. ഞങ്ങൾ പറഞ്ഞു, മല്ലം യശ്കുരിന്നാസ് ലം യശ്കുരില്ലാഹ്. ആര് ജനങ്ങൾക്ക് നന്ദി പറയുന്നില്ലയോ, നന്ദി കാണിക്കുന്നില്ലയോ, അവൻ അല്ലാഹുവിന് നന്ദി കാണിക്കാത്തവനാണ്. ഞങ്ങൾ പറഞ്ഞു, നിനക്ക് മൻ സുനിഅ ഇലൈഹി മഅറൂഫ്, ആരെങ്കിലും നിനക്ക് ഒരു നന്മ ചെയ്തു, നീ അതിന് പകരമായി പ്രത്യുപകാരം ചെയ്തു കൊള്ളട്ടെ. ഏറ്റവും കുറഞ്ഞ നാവ് കൊണ്ട് അത് ദുആ ചെയ്തു കൊള്ളട്ടെ. ജസാക്കല്ലാഹു ഖൈറ എന്ന വാക്കിൽ പറഞ്ഞു കൊള്ളട്ടെ. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അൻസാരികളെ പറഞ്ഞു, യാ മഅ്ശറൽ അൻസാർ ജസാകുമുല്ലാഹു ഖൈറ. ഈ അൻസാരികളെ, നിങ്ങൾ ഞങ്ങൾക്ക് വലിയ ഉപകാരം ചെയ്തവരാണ്, അള്ളാഹു നിങ്ങൾക്ക് പകരം ചെയ്യട്ടെ. നിബിധങ്ങളുടെ ശീലമായിരുന്നു, സഹാബാക്കളുടെ ശീലമായിരുന്നു. ഉമർ റളിയല്ലാഹു തആല പറയുമായിരുന്നു, തന്റെ സഹോദരന് വേണ്ടി ആര് കൂടുതലായി ജസാക്കല്ലാഹ് എന്ന് പറയുന്നു, അതിന്റെ പ്രതിഫലം നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ വളരെ കൂടുതൽ പരസ്പരം പറയുമായിരുന്നു. ഇത് നിബിധങ്ങൾ പഠിപ്പിച്ച ശീലം, നിബിധങ്ങളുടെ മുആശറയാണ്. ഇന്ന് ഈ മുആശറ നഷ്ടപ്പെടുത്തി നമ്മുടെ വാക്കുകൾ നമ്മുടെ മക്കളെയും ശീലിപ്പിക്കുന്ന പാശ്ചാത്യ സംസ്കാരമാണ്. നന്ദിയുടെ വാക്ക് നിബിധങ്ങൾ പഠിപ്പിച്ചു, അതിന് പകരം നമ്മൾ പാശ്ചാത്യന്റെ വാക്കുകളുടെ മക്കൾ പറയുന്ന ശീലമായി മാറി. ഒരാൾ ഉപകാരം ചെയ്താൽ തിരിച്ച് ജസാക്കല്ലാഹു ഖൈറ എന്നാണ് ഒരു മുസ്ലിം പറയേണ്ടത്. നമ്മുടെ അടിമകളോടും നമ്മൾ നന്ദിയുള്ളവനാകണം, അള്ളാഹുവിന് നന്ദി കാണിക്കുന്നവനായിത്തീരും. അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ നമ്മൾ ഉപയോഗിച്ചാൽ ഉടനെ അള്ളാഹുവിനെ സ്തുതിക്കണം, അള്ളാഹു നന്ദി പറയണം. അൽഹംദുലില്ലാഹ്. നിബിധങ്ങൾ പറഞ്ഞു, ഒരു അനുഗ്രഹത്തെ അവൻ ഉപയോഗിച്ചു, എന്നിട്ട് അള്ളാഹുവിനെ സ്തുതിച്ചാൽ, അള്ളാഹുവിനെ ഹംദ് പറഞ്ഞാൽ അവൻ സ്തുതിച്ചതാണ് അവൻ ലഭിച്ച അനുഗ്രഹത്തെക്കാൾ വലുത്. ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി പറയുമായിരുന്നു, ഒരു അടിമക്ക് അള്ളാഹു നൽകുന്ന നിഅമത്തു ശുക്ർ അജല്ലു മിനൻ നിഅം. അള്ളാഹു നൽകുന്ന നിഅമത്തിനേക്കാൾ വലുതാണ് അള്ളാഹു നൽകിയ നിഅമത്തിന് ശുക്ർ ചെയ്യുക എന്നുള്ളത്. ഇന്നല്ലാഹ ലയർദ അനിൽ അബ്ദ്. അള്ളാഹു തആല അടിമയിൽ സംതൃപ്തനായി തീരും അവൻ ഒരു ഉരുള ഭക്ഷണം വായിലേക്ക് വെക്കുമ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നു, ഒരു ഇറക്ക് വെള്ളം കുടിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ എത്ര ഉരുളകളാണ് വായിലേക്ക് വെക്കുന്നത്, അള്ളാഹുവിന്റെ എത്ര വലിയ അനുഗ്രഹമാണ്. ഓരോ ഉരുളകൾ വെക്കുമ്പോഴും അൽഹംദുലില്ലാഹ് എന്ന അടിമ പറഞ്ഞാൽ ഇന്നല്ലാഹ ലയർദ അനിൽ അബ്ദ്, അള്ളാഹ് അങ്ങേയറ്റം സംതൃപ്തനായി തീരും. അതുകൊണ്ട് ഹംദ് അള്ളാഹുവിനുള്ള നന്ദിയാണ്, അള്ളാഹുവിനെ സ്തുതിക്കലാണ്. ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ നിത്യമായി ശീലിക്കേണ്ട വാക്കുകളാണ്. ഏത് അനുഗ്രഹങ്ങൾ ഉപയോഗിച്ചാലും ഉടനെ അള്ളാഹുവിനെ സ്തുതിക്കണം. തീർച്ചയാണ് അങ്ങനെയുള്ള അടിമയുടെ ജീവിതത്തിൽ വലിയ ഖൈറാത്തുകളും ബറക്കാത്തുകളും കാണാൻ സാധിക്കും. നേരെ മറിച്ച് അള്ളാഹുവിന്റെ അനുഗ്രഹം നന്ദി പറയാത്തവർ അവർ ജീവിതത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങൾ തന്നെ നഷ്ടപ്പെടാൻ കാരണമായി തീരും. ഹദീസ് ചരിത്ര കിതാബുകൾ കാണാം. ചില അതിനെക്കുറിച്ച് ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധാരാളം കിതാബുകൾ കാണാൻ സാധിക്കും. ബനി ഇസ്രായേൽപ്പെട്ട ഒരു മനുഷ്യൻ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടിയവൾ പറഞ്ഞു, നിങ്ങൾ അള്ളാഹുനുമായി സംസാരിക്കാൻ വേണ്ടി പോവുകയാണ്. അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ ഞാൻ ദരിദ്രനായ അവസ്ഥയെക്കുറിച്ചും എൻ്റെ ദാരിദ്ര്യത്തെക്കുറിച്ചും ബുദ്ധിമുട്ടിനെക്കുറിച്ചും അള്ളാഹുവിനെ അറിയിക്കണം, അതിന് പരിഹാരം ചോദിക്കണം. മൂസ നബി അലൈഹിസ്സലാം അള്ളാഹുവിനെ കണ്ടുമുട്ടിയപ്പോൾ ഈ മനുഷ്യന്റെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. അള്ളാഹു തആല പറഞ്ഞു, ആ മനുഷ്യൻ അവൻ ലഭിച്ച അനുഗ്രഹത്തിൽ ശുക്ർ ചെയ്യട്ടെ, അള്ളാഹു നൽകിയ അനുഗ്രഹത്തിൽ എന്നെ ശുക്ർ ചെയ്യട്ടെ, എന്നെ സ്തുതിക്കട്ടെ, എങ്കിൽ അവൻ അനുഗ്രഹത്തെ ഞാൻ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ്. മൂസ നബി അലൈഹിസ്സലാം അടങ്ങി വന്നപ്പോൾ ആ മനുഷ്യനോട് പറഞ്ഞു, ആ മനുഷ്യനാണെങ്കിൽ ഒന്നുമില്ല, ആ ഉടുക്കാൻ ഒരു വസ്ത്രം മാത്രമേ ഉള്ളൂ. ആ മനുഷ്യനോട് പറഞ്ഞു, അള്ളാഹു അറിയിച്ചത് നിന്റെ ജീവിതത്തിന്റെ അവസ്ഥകൾ നന്നാകാൻ വേണ്ടി അള്ളാഹ് അറിയിച്ച കാര്യം,
നിനക്ക് ലഭിച്ച അനുഗ്രഹത്തിൽ നീ അള്ളാഹുവിനെ സ്തുതിക്കുകയും ശുക്ർ ചെയ്യുകയും ചെയ്യും. ആ മനുഷ്യൻ ചോദിച്ചു, അല്ല മൂസ അലൈഹിസ്സലാം, ഞാൻ എന്തിനാണ് ശുക്ർ ചെയ്യേണ്ടത്? എനിക്കൊന്നുമില്ലല്ലോ, ഞാൻ അള്ളാഹുവിനെ എങ്ങനെ ശുക്ർ ചെയ്യും? എനിക്കൊന്നുമില്ലല്ലോ. കിതാബുകൾ കാണാം, ആ സമയത്ത് നന്ദികേടിന്റെ വാക്ക് ഒരു കാറ്റടിച്ച് വീശി ആ മനുഷ്യൻ ധരിച്ചിരുന്ന വസ്ത്രവും നഷ്ടപ്പെട്ടു പോവുകയും. അനുഗ്രഹം ചെറുത് ലഭിച്ചാലും അള്ളാഹുവിനെ സ്തുതിച്ചാൽ അള്ളാഹു മനുഷ്യന് അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിക്കും. എന്നാൽ നന്ദികേടിന്റെ വാക്കുകൾ പറഞ്ഞാൽ ലഭിച്ച അനുഗ്രഹം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് മുൻഗാമികൾ അവർ ഏത് അവസ്ഥയിലും അള്ളാഹുവിനെ ശുക്ർ ചെയ്യുന്നവരായിരുന്നു. അബ്ദുൽ ഖാദർ ജീലാനി റഹ്മത്തുള്ളാഹിയെ കുറിച്ച് കാണാം. അദ്ദേഹം അല്ലാഹു വിലായത്തിന്റെ ഉന്നതമായ ദറജയിലെത്തിയ മഹാനുമാണ്, വലിയൊരു കച്ചവടക്കാരനുമാണ്. അദ്ദേഹം സദസ്സിലിരിക്കുമ്പോൾ അദ്ദേഹത്തിന് വന്ന് പറഞ്ഞു, മഹാനവറുകളെ, നിങ്ങളുടെ ചരക്കുമായി വരുന്ന കപ്പൽ അപകടത്തിൽപ്പെട്ട് നശിച്ചുപോയി. അദ്ദേഹം പറഞ്ഞു, അൽഹംദുലില്ലാ. കുറച്ച് കഴിഞ്ഞപ്പോൾ മറ്റൊരാൾ വന്ന് പറഞ്ഞു, മഹാനവറുകളെ, നിങ്ങളുടെ കപ്പലല്ല നശിച്ചത്, നിങ്ങളുടെ ചരക്ക് വരുന്ന കപ്പലല്ല നശിച്ചത്, മറ്റൊരു കപ്പലാണ് നശിച്ചത്. അപ്പോഴും അദ്ദേഹം പറഞ്ഞു, അൽഹംദുലില്ലാ. ചോദിച്ചു, രണ്ടവസ്ഥയിലും എന്തുകൊണ്ടാണ് നിങ്ങൾ അൽഹംദുലില്ലാ പറഞ്ഞു? ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് നോക്കി, അള്ളാഹുവിന്റെ അനുഗ്രഹം തിരിച്ചെടുത്തു, അള്ളാഹുവിൻ്റെതാണ്, അൽഹംദുലില്ലാ, സംതൃപ്തനാണ്. അള്ളാഹു അനുഗ്രഹം എനിക്ക് നൽകി, അള്ളാഹു നൽകി, എൻ്റെ കഴിവ് കൊണ്ടല്ല, അപ്പോഴും അൽഹംദുലില്ലാ. ഇതായിരുന്നു മുൻഗാമികൾ. അനുഗ്രഹങ്ങൾ ഉടനെ അള്ളാഹുവിനെ സ്തുതിക്കുമായിരുന്നു. പരാതികളില്ല, ആവലാതികളില്ല, കുറ്റങ്ങളില്ല. അള്ളാഹുവിന്റെ വിഷയത്തിൽ അള്ളാഹു എത്ര ചെറിയ അനുഗ്രഹം നൽകിയാലും അള്ളാഹുവിനെ സ്തുതിക്കുന്നവരായിരുന്നു. അവിടെ ഒരു മുഅ്മിൻ എപ്പോഴും മുഅ്മിന്റെ നാവിൽ വരേണ്ട ഒരു വാക്കാണ് അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ മുഅ്മിൻ ശീലിക്കേണ്ട വാക്കാണ്. പിന്നെ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് മുഅ്മിന്റെ സംസാരത്തിനിടയിൽ കൊണ്ടുവരേണ്ട മറ്റൊരു വാക്കാണ് നഷ്ടങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിൽ ഉണ്ടാകും. ജീവിതം ഒരിക്കലും ഒരേപോലെ ആവുകയില്ല. അപ്രതീക്ഷിതമായ നഷ്ടങ്ങൾ ഉണ്ടാകും, വിഷമങ്ങൾ ഉണ്ടാകും. ഇങ്ങനത്തെ അവസ്ഥകൾ വരുമ്പോൾ ഒരു മുഅ്മിൻ പറയേണ്ട വാക്ക് ഖദ്ദറല്ലാഹ് മാ ഷാ അല്ലാഹു ഫഅൽ. അള്ളാഹുവിന്റെ തീരുമാനം നടപ്പിലായി, അവൻ തീരുമാനിച്ചാൽ പ്രവർത്തിച്ചു. എനിക്കുള്ളതൊരു വിഷമവുമില്ല, വേദനയുമില്ല. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചാൽ ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ പറയരുത്, ലൗ ഫഅൽതു കദാ ലകാന കദാ വകദാ. ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അത് ഇങ്ങനെ സംഭവിക്കുമായിരുന്നല്ലോ, ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കുമായിരുന്നല്ലോ. നടന്നു പോയൊരു കാര്യത്തെക്കുറിച്ച് ഒരിക്കലും നിങ്ങൾ അങ്ങനെ പറയരുത്. മറിച്ച് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഖുൽ മാ ഷാ ഖുൽ ഖദ്ദറല്ലാഹ് മാ ഷാ അല്ലാഹു ഫഅൽ. അല്ലാഹു തീരുമാനം നടപ്പിലായി. ഇന്ന ലൗ തുഫ്ലഹു അമലു ശൈത്താൻ. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഈ വാക്ക് പിശാചിന്റെ പ്രവർത്തനത്തെ തുറക്കാൻ കാരണമായി. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല പറയുമായിരുന്നു, നടന്നുപോയൊരു കാര്യത്തെക്കുറിച്ച്, സംഭവിച്ചു പോയൊരു കാര്യത്തെക്കുറിച്ച്, ലൈത ഹാദാ ലം യകുൻ, അതങ്ങനെ സംഭവിക്കാതിരുന്നുവെങ്കിൽ എന്ന് പറയുന്ന വാക്കിനേക്കാൾ എനിക്ക് പ്രിയങ്കരമായത് ഒരു തീക്കനൽ വായിലിടുന്നതാണ് എന്ന് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പറയുമായി. ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് അത് അങ്ങനെയായിരുന്നെങ്കിൽ, ഇങ്ങനെയായിരുന്നെങ്കിൽ, ഞാൻ പോയിരുന്നെങ്കിൽ, ഞാൻ വന്നിരുന്നെങ്കിൽ, അത് അവൻ വന്നിരുന്നെങ്കിൽ, ഇങ്ങനെ ഒരിക്കലും മുഅ്മിൻ പറയില്ല. നടന്നുപോയ കാര്യത്തെക്കുറിച്ച് മുഅ്മിൻ പറയുന്ന വാക്ക് ഖദ്ദറല്ലാഹ് മാ ഷാ അല്ലാഹു ഫഅൽ. അല്ലാഹു തീരുമാനിച്ച് നടപ്പിലായി. അനസ് റളിയല്ലാഹു തആല പറയുന്നു, ഞാൻ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ തങ്ങളുടെ സേവകനായി 10 വർഷം കഴിഞ്ഞുകൂടി. നബി തങ്ങളുടെ വീട്ടിലെ സേവകനായിരുന്നു. ഒരിക്കൽ പോലും നബി തങ്ങൾ എന്നോട്, എന്തിനാ അനസ് ഇത് ചെയ്തത്, നീ എന്തുകൊണ്ട് അനസ് ഇത് ചെയ്തില്ല, എന്നോട് ഒരിക്കലും നബി തങ്ങൾ ചോദ്യം ചെയ്തിട്ടില്ല. മാത്രമല്ല, വീട്ടിൽ എന്തെങ്കിലും വീഴ്ച വന്നാൽ, വീട്ടിലെ സ്ത്രീകൾ എന്തെങ്കിലും എന്നെ കുറ്റപ്പെടുത്തിയാൽ നബി തങ്ങൾ ഇടപെടും. ദഊഹു വലോ ഖുദിയ ഷൈഉൻ ലകാൻ. നബി തങ്ങൾ പറയുമായിരുന്നു, വിട്ടേക്കിൻ, അല്ലാഹു തീരുമാനിച്ച് നടപ്പിലാകും, നിങ്ങൾ എന്തിനാ അവനെ കുറ്റം പറയുന്നത്. നബി തങ്ങൾ വീട്ടിൽ ഭാര്യമാരോട് പറയുമായിരുന്നു. ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചു പോയാൽ അതിന് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ മുഅ്മിൻ പറയുകയില്ല. മുഅ്മിൻ ഏത് കാര്യത്തെക്കുറിച്ചും സംഭവിച്ചു കഴിഞ്ഞാൽ അവൻ വളരെ സൂക്ഷ്മതയും ബുദ്ധിപൂർവമായി കൈകാര്യം ചെയ്യും. ഈ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് മുഅ്മിൻ പറയുന്നത് ഖദ്ദറല്ലാഹ് മാ ഷാ അല്ലാഹു ഫഅൽ. അല്ലാഹുവിന്റെ തീരുമാനം അവൻ തീരുമാനിച്ചതാണ്. അബൂബക്കർ റളിയല്ലാഹു തആല രോഗിയായി കിടക്കുന്ന സമയത്ത് കൂട്ടുകാർ അദ്ദേഹത്തെ സന്ദർശിക്കാൻ പോയി. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ വൈദ്യനെ, ചികിത്സയ്ക്കായി വൈദ്യനെ കണ്ടു? അദ്ദേഹം ഒരു വൈദ്യനെ കണ്ടു. വൈദ്യൻ എന്താണ് പറഞ്ഞത്? വൈദ്യൻ പറഞ്ഞത്, ഇന്നി ഫഅാലുൻ ലിമാ യുരീദ്, ഫഅാലുൻ ലിമാ യുരീദ്. ഞാൻ ഉദ്ദേശിച്ച കാര്യമെല്ലാം പ്രവർത്തിക്കും എന്നാണ് വൈദ്യൻ പറഞ്ഞത്. അത് അല്ലാഹുവിനെ കുറിച്ച്, രോഗം എനിക്ക് അല്ലാഹു നൽകിയതാണ്. അവൻ ഉദ്ദേശിക്കുന്ന ഈ രോഗത്തിന് ശിഫ നൽകും, അവൻ ഉദ്ദേശിക്കുന്ന രോഗം അവൻ രോഗത്തിൽ മരിപ്പിക്കും. അവൻ പ്രവർത്തിക്കാൻ കഴിവുള്ളവനാണ്. മുഅ്മിൻ തീർത്തും വ്യത്യസ്തനാകുന്ന ഒരു ഘട്ടമാണ്. എന്തെങ്കിലും ഒരു ജീവിതത്തിൽ നഷ്ടങ്ങളോ വേദനയോ ബുദ്ധിമുട്ടോ വന്നാൽ മുഅ്മിനല്ലാത്ത മനുഷ്യൻ പറയും, അത് ഇന്ന കാരണം കൊണ്ടാണ്, അത് ഇങ്ങനെ സംഭവിച്ചു, ചൂട് കൂടുന്ന ഇന്ന കാരണം കൊണ്ടാണ്,
തണുപ്പ് കൂടുന്നത് ഇന്ന കാരണം കൊണ്ടാണ്, രോഗമുണ്ടായത് ഇന്ന കാരണം കൊണ്ടാണ്, ഇങ്ങനെ വസ്തുക്കളിലേക്ക് ആസ്വദിച്ച് പറയുന്നത് മുഅ്മിന്റെ സ്വഭാവമല്ല. മുഅ്മിൻ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചു പോയാൽ അവൻ അങ്ങേയറ്റം സൂക്ഷ്മത പാലിക്കും, ബുദ്ധിയോടെ കാര്യങ്ങൾ ചെയ്യും. എന്നിട്ടും എന്തെങ്കിലും ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ മുഅ്മിൻ പറയുന്ന വാക്ക് ഖദ്ദറല്ലാഹ്, അല്ലാഹുവിന്റെ തീരുമാനമാണ്. അവൻ സംതൃപ്തനായിരിക്കും. അവനിൽ ഒരിക്കലും അസ്വസ്ഥതയുടെ ഈമാനിന് എതിരായ ഒരു വാക്കുകൾ മുഅ്മിന് സംഭവിക്കുകയില്ല. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുസ്ലിമിന്റെ നിത്യമായ സംസാരത്തിനിടയിൽ കൊണ്ടുവരാൻ ശീലിപ്പിച്ച വചനങ്ങളാണ്. ഏതെങ്കിലും നാളെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് എന്ന് ചേർത്ത് പറയണം. ഏതെങ്കിലും ആശ്ചര്യമായ ഭംഗിയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ മാഷാ അല്ലാഹ് എന്ന് പറയണം. ആരെങ്കിലും എന്തെങ്കിലും ഉപകാരങ്ങൾ ചെയ്താൽ അതിന് ജസാക്ക് അല്ലാഹ് എന്ന് പറയണം. അള്ളാഹുവിന് ഏതെങ്കിലും അനുഗ്രഹങ്ങൾ ഉപയോഗിച്ചാൽ നിത്യമായി ഉപയോഗിക്കും നമ്മൾ, അത് ഉപയോഗിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് പറയണം. അതുപോലെ എന്തെങ്കിലും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തീരുമാനം നഷ്ടമോ ഉണ്ടായാൽ ഖദ്ദറല്ലാഹ് മാഷാ അല്ലാഹു ഫഅൽ. ഇങ്ങനെ ജീവിതത്തിന് നിത്യമായി ഓരോ ഘട്ടത്തിലും അള്ളാഹുവിലേക്ക് ചേർത്തുകൊണ്ട് മുഅ്മിൻ തന്നെ നാവ് കൊണ്ട് പറഞ്ഞ് അള്ളാഹുവിന്റെ നാമം പറഞ്ഞ് 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 അവന്റെ ഹൃദയത്തിൽ അള്ളാഹുവിനെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ അവന്റെ മരണസമയവും നാവിന് ആ വചനം വരാൻ കാരണമായി തീരും. അള്ളാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വആഖിറു ദുആ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.